തുടരും, എമ്പുരാൻ എന്നീ ചിത്രങ്ങളുടെ വമ്പൻ വിജയത്തിന് ശേഷം മോഹൻലാൽ വിജയിച്ച് ബോക്സ് ഓഫീസിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന സിനിമകൾക്കും അതുപോലുള്ളൊരു റെസ്പോൺസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അവരുടെ തന്നെ ക്ലാസിക് ചിത്രമായ ഛോട്ടാ മുംബൈ റീ റിലീസായി എത്തുമ്പോൾ ആഘോഷിക്കുന്നതിന്റെ അങ്ങേയറ്റം അവരെത്തുകയും ചെയ്യും. ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റീ റിലീസ് തന്നെയാണ് ഛോട്ടാ മുംബൈ എന്നത്. എന്നാൽ ഛോട്ടാ മുംബൈക്ക് വേണ്ടത്ര രീതിയിലുള്ള പ്രമോഷനോ മറ്റോ കൊടുക്കുന്നില്ല എന്ന പരാതിയും പ്രേക്ഷകരിൽ നിന്നും ഉയരുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ റിലീസ് ഡേറ്റ് എടുത്തിരിക്കുന്ന തീയതിയും അത്ര നല്ലതല്ല എന്നാണ് അവരുടെ പക്ഷവും. ട്രാക്കർമാരും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഛോട്ടാ മുംബൈ അവർക്കൊരു ഫേവറേറ്റ് ചിത്രമാണ്. അതൊരു പ്രോപ്പർ രീതിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ സംഭവം കിടിക്കിയേനെ. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ മെയ് 21 ഇറക്കാനിരുന്ന സിനിമയായിരുന്നു ഛോട്ടാ മുംബൈ. അന്ന് വന്നിരുന്നെങ്കിൽ പ്രേക്ഷകർ ആഘോഷമാക്കിയേനെ. പക്ഷേ തുടരുമെന്ന സിനിമ അതിലും ഭീകരമായി റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ. അപ്പോൾ മാറ്റിവെച്ചത് നല്ലതന്നെയാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന തീയതി അത്രയ്ക്ക് നല്ലതല്ല എന്നതും അവർ എടുത്തു പറയുന്നു. ഛോട്ടാ മുംബൈ എന്ന പേരിൽ മോഹൻലാലിന്റെ ഒരു സിനിമ വരുന്നുണ്ട് ജൂൺ 6. പക്ഷേ പടത്തിന് അവർ വലിയ പ്രമോഷൻ ഒന്നും കൊടുത്ത് കാണുന്നില്ല. ഒരു യൂട്യൂബ് ചാനലിലും ഇന്റർവ്യൂ ഒന്നും കണ്ടില്ല. ഒരു ടീസർ ഇറക്കിയതായി പോലും ഒരിടത്തും ഇല്ല. മോഹൻലാൽ അഭിനയിച്ച 2 പടങ്ങൾ തുടരെ വിജയമായതിന്റെ പേരിൽ അണിയറ പ്രവർത്തകരുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണോ? എനിക്ക് തോന്നുന്നത് കുറെ വർഷങ്ങളായി ഷൂട്ടിംഗ് കഴിഞ്ഞ് പെട്ടിയിലിരുന്ന പടമായതുകൊണ്ട് അവർക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാത്ത കാരണമാകും. പക്ഷെ മുംബൈ തെരുവുകളിലെ ചോരമണക്കുന്ന കഥ പറയുന്ന ഈ സിനിമ പ്രതീക്ഷകൾക്ക് അപ്പുറമായാലോ? വിശ്വസനീയ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് യശശരീരനായ കലാഭവൻ മണിയൊക്കെ അഭിനയിച്ച സിനിമയാണ് ഇതെന്നാണ്. ഈ സിനിമയിലും നല്ല കുറച്ച് കോമഡി സീനുകൾ അദ്ദേഹം സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പടത്തിൽ രാജൻ ബി ദേവ്, സായ് കുമാർ, സിദ്ദിഖ് എന്നിവർ ഒക്കെ ഉള്ളതുകൊണ്ട് കുറെ പുതിയ വില്ലൻ കഥാപാത്രങ്ങൾ കിട്ടുമെന്ന് ഉറപ്പാണ്. ലാലേട്ടനുമായി ക്ലൈമാക്സ് വരെ ഇതിന് ആര് ഇടിച്ചു നിൽക്കും? അല്ലെങ്കിൽ 3 പേരും ഒരുമിച്ചാവുക ലാലേട്ടനെ നേടുക എന്നൊക്കെയുള്ള ആകാംക്ഷയിലാണ് ഞാൻ. ഗ്യാങ് വാറുകൾ ഒക്കെ ബെന്നി പി നായരമ്പലത്തിന്റെ തനത് ശൈലി വിട്ട് എങ്ങനെയായിരിക്കും എഴുതി വച്ചിരിക്കുന്നത് എന്നും അറിയണം. പടത്തിന്റെ പേര് കേട്ടിട്ട് മുംബൈയിലുള്ള അധോലോക നായകൻ ആയിട്ടാണ് ലാലേട്ടൻ വരാൻ സാധ്യത. കത്തിയാണോ തോക്കാണോ അതോ കൈക്കരുത്താണോ വില്ലന്മാർക്ക് നേരെ കൂടുതലായി ഉപയോഗിക്കാൻ സാധ്യത എന്ന് അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. ഭാവന ഇതിൽ മിക്കവാറും ഒരു ജേർണലിസ്റ്റ് വേഷം ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അൻവർ റഷീദ് പടം ആയതുകൊണ്ട് തന്നെ പടം നല്ല കളർഫുൾ ആയിരിക്കും എന്നതിൽ സംശയമില്ല. പടത്തിന്റെ കാസ്റ്റിംഗ് അല്ലാതെ കൂടുതലൊന്നും പുറത്തുവിട്ടിട്ടില്ലാത്ത കാരണം പടത്തെപ്പറ്റി കൂടുതലൊന്നും ഡീകോഡ് ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ടീസർ അല്ലെങ്കിൽ ട്രെയിലർ വരുമ്പോൾ കൂടുതൽ അറിയാൻ സാധിച്ചേക്കും. ഷൂട്ടിംഗ് കഴിഞ്ഞ് ലേറ്റായി റിലീസാവുന്ന പടം ആണെങ്കിലും അബ്രഹാം ഖുറേഷി പോലെ മറ്റൊരു തീപ്പൊരി വേഷവുമായി വരുന്ന ഈ സിനിമയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു. നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഛോട്ടാ മുംബൈ എന്ന സിനിമയെക്കുറിച്ച് ഇങ്ങനെയൊരു അഭിപ്രായം എന്തായാലും വന്നു കാണും. ഈ അവസരത്തിലും ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നുണ്ട് എന്നത് കൗതുകരമാണ്. ഇത് എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കാലത്ത് ഒരു ഛോട്ടാ മുംബൈ ഇറങ്ങിയാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയും ഇതൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിലീസ് ഡേറ്റ് ഒന്ന് മാറ്റിപ്പിടിക്കായിരുന്നു. ആരാധകരൊക്കെ ചോദിച്ചത് FTFS 7 മണിക്കായിരുന്നു. എന്നാൽ FTFS കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ 10 AM റീ റിലീസിലും FTFS ടൈമിംഗ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ 10 AM തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും റിലീസ് ഡേറ്റ് ഒന്ന് മാറ്റിപ്പിടിക്കായിരുന്നു. കാരണം ഇതേ സമയത്ത് തന്നെയാണ് തമിഴകത്ത് നിന്നും ഏറ്റവും വലിയ തഗ് ലൈഫ് പോലുള്ള പടങ്ങൾ എത്തുന്നത്. അപ്പോൾ കൂടുതലും അങ്ങോട്ടേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഛോട്ടാ മുംബൈക്ക് വരുന്നത് ആരാധകർ മാത്രമാകുമോ എന്നതും നോക്കിയിരിക്കുകയാണ്. എന്തായാലും പ്രതീക്ഷകൾ ഇതിലുമുണ്ട്. ഛോട്ടാ മുംബൈ ആഘോഷമാക്കാൻ വലിയൊരു വിഭാഗം കാത്തിരിക്കുകയാണ്.